പക്ഷെ ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവള് തന്നെയായിരിക്കും. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ വീഡിയോ നമ്മുടെ പാലക്കാടുള്ള പാത്തു എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന പാലക്കാടൻ പാത്തു എന്ന ചേച്ചിക്കും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെയുള്ള മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഗൈസ്, ഞാൻ ഉണ്ണിയപ്പം വിറ്റാണ് ജീവിക്കുന്നത്. എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് ആരുമില്ല. എൻ്റെ മോളുടെ സർജറിക്ക് വേണ്ടി എനിക്ക് പൈസ തികഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉണ്ണിയപ്പം വിറ്റിട്ടുള്ള വരുമാനം അല്ലാതെ, അത് തുച്ഛമായ വരുമാനം, അത് മാത്രമല്ലാതെ എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല എന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീൻ്റെ കപട മുഖമാണ് ഞാൻ ഇന്ന് വലിച്ചു കയറാൻ പോകുന്നത്. പുള്ളിക്കാരത്തേക്ക് വേറെ വരുമാനം ഉണ്ട്, യൂട്യൂബ് വരുമാനം ഉണ്ട്, അത് പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിങ്സ് ഇതാണ്. അതിൽ കിട്ടുന്ന നല്ല അന്തസ്സോടുകൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾക്കുള്ളതാണ്. എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എനിക്ക് 2 ഫാമിലിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ 2 പേർക്ക് ഞാൻ കൊടുത്തിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഇവർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അറിയാതെ ഒരു ദേശത്തിന്റെ പുറത്ത് എടുത്തൊരു വീഡിയോ ആണെങ്കിലും ഇവരുടെ വായിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഇവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അത് ഇവരുടെ വീട്ടാവശ്യങ്ങൾക്കും ഇവരുടെ മക്കൾക്കും വേണ്ടിയാണ് ഇവർ ചെലവാക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇരുന്ന് വന്ന് ഇരക്കുന്നത്. നിങ്ങൾ ഇരന്നോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു ഹിന്ദു യുവതിയാണ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് ഇരക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രാമായണോ ഗീതയോ ഒക്കെ വായിച്ചിട്ട് വേണമെങ്കിൽ കാര്യം പറയാലോ. നിങ്ങൾ എന്തുകൊണ്ട് ഖുറാനിലുള്ള പ്രത്യേക കാര്യങ്ങൾ മാത്രം എടുത്ത് ഓതുന്നു? സോറി കേട്ടോ, ഇസ്ലാം സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്ക് ഖുറാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും മുസ്ലിം സമുദായത്തിലെ ഇസ്ലാം മത ഗ്രന്ഥമായ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓതിക്കൊണ്ട് ഹിന്ദു യുവതിയായ നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അത് ആ സമുദായത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് വിഷമമൊക്കെ വന്നിട്ടുണ്ട്, ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമുദായത്തിലുള്ള ആൾക്കാർ സഹായിക്കും. അത് അവരുടെ നല്ല മനസ്സ്. നിങ്ങൾ അതിനെ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ ആ ഒരു അനുകമ്പ, അല്ലെങ്കിൽ അവരുടെ ഒരു സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വമാണ് ഈ ഖുറാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഉസ്താദ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്ക് ആ മതത്തിനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടോ ആ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടോ അല്ല. നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിലുള്ള സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അനുകമ്പ, സഹതാപം പിടിച്ചു പറ്റി പൈസ അടിച്ചു മാറ്റാനുള്ള കറക്റ്റ് അടവുമായിട്ടാണ് നിങ്ങൾ ഈ ഐഡിയ ഇറക്കിയേക്കുന്നത്. ഇത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കിപ്പം ഒരു മതത്തിൽ നിന്നുകൊണ്ട് അന്യമതങ്ങളെ പറ്റിയും അന്യമത ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കുന്നത് കൊണ്ടോ ആ മതവിശ്വാസത്തിലത്തെ ഖുറാൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വായിക്കുന്നത് കൊണ്ടോ ബൈബിൾ വായിക്കുന്നതുകൊണ്ടോ ഗീത വായിക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു പ്രത്യേക മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലെ കാര്യങ്ങൾ മാത്രം വിളിച്ചു പോകുമ്പോൾ അത് സംശയാസ്പദം തന്നെയാണ്, അല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഗീത വായിക്കുന്നില്ല, എന്തുകൊണ്ട് രാമായണം വായിക്കുന്നില്ല? നിങ്ങൾ ഇന്നലെ ഇട്ടായ ലൈവിൽ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, രാവിലെ നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ തൊഴുതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ണിയപ്പക്കട തുറക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇട്ട മറ്റൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഖുറാനിലുള്ള അൽ ഫാത്തിഹ എന്ന് പറഞ്ഞൊരു സാധനം ഓതിക്കൊണ്ടാണ് നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത്. ശരിക്കും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത്? ഓക്കെ, നമുക്ക് മറ്റുള്ള മതങ്ങളെ റെസ്പെക്ട് ചെയ്യാം, മറ്റുള്ള മതങ്ങളിലുള്ള കാര്യങ്ങളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം, മറ്റുള്ള മതത്തിലുള്ള ഗ്രന്ഥങ്ങളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. കാണുന്നവരൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഈ പാലക്കാടൻ പാത്തു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലേഡീൻ്റെ ശരിക്കുള്ള പേരിതല്ല, ഇവർ ഹിന്ദു മതവിശ്വാസിയാണ്. ഈ പുള്ളിക്കാരി എന്തുകൊണ്ട് ഖുറാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇസ്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു? ആ മതത്തിലുള്ള ആൾക്കാരുടെ അനുകമ്പയും സഹതാപവും പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ ആ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ഇവരുടെ വീഡിയോ കണ്ട് ഇവരുടെ വീഡിയോക്ക് റീച്ച് കൂട്ടി അതുവഴി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാം മതത്തിലോട്ട് മാറിയിട്ട് അവിടെ പോയിട്ട് ആ ദൈവത്തെ ആരാധിക്കുക, അല്ലാഹുവിനെ ആരാധിക്കുക. അതല്ലാതെ നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് വള്ളത്തിലും കാലിട്ടിരിക്കുന്നത് ശരിയാണോ? ശരിയല്ല. കാലങ്ങ് കീറിപ്പോവും, അമ്മച്ചി വെള്ളത്തിൽ വീഴും. അതുകൊണ്ട് ഇനിയെങ്കിലും ആൾക്കാരെ പറ്റിക്കുന്ന, ഈ മതത്തിന്റെ പേരും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾക്കിതിരെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. മറ്റൊരു ജസ്ന സലീം ആവാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ നാളെ നിങ്ങളെ വലിച്ച് നിലത്തിട്ട് കീറും. അത് നിങ്ങൾ ഉറപ്പിച്ചോ. നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ, മതത്തിനെ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇന്നലെ
വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ കണ്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്, എല്ലാ ഭാഗവും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വന്നപ്പോൾ ഞാൻ മാന്യമായ രീതിയിൽ എനിക്കുണ്ടായ സംശയം ചോദിച്ചു. പക്ഷെ അതിന് വ്യക്തമായ രീതിയിൽ ഒരു ആസ് എ യൂട്യൂബർ, അവർ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു യൂട്യൂബറാണ്, നല്ല രീതിയിൽ മറുപടി പറയേണ്ടതിന് പകരം നല്ല രീതിയിൽ അവർക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരത് ചെയ്യാതെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ, കമൻ്റ് ഇടുന്നവരുടെ കമൻ്റ് ഡിലീറ്റ് ആക്കുകയും അതുപോലെ എന്നെ പോലെ വീഡിയോ ചെയ്ത് ചോദിക്കുന്നവരുടെ വീഡിയോയ്ക്കെതിരെ തികച്ചും അപഹാസ്യമായ രീതിയിൽ വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേഡിയാണ് ഈ പാലക്കാടുള്ള ഈ പ്രശസ്ത മഹത് വ്യക്തി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് മതത്തിനെ പിടിച്ച്, ഇസ്ലാം മതത്തിനെ കുറച്ച് പൊക്കി പറഞ്ഞ് എന്തുകൊണ്ട് ഇവർ ഹിന്ദു മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ബൈബിൾ വായിക്കുന്നില്ല, എന്തുകൊണ്ട് ഗീത വായിക്കുന്നില്ല? കാരണം ആൾക്കാർ മണ്ടന്മാരല്ല, അവർക്കറിയാം. കാരണം മുസ്ലിം സമുദായത്തിലുള്ള ഒരാൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേറ്റഡ് ആ മുസ്ലിം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ആ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർക്ക്. അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ സപ്പോർട്ട്, ആത്മാർത്ഥതയൊക്കെ വെച്ച് ഇവർ മുതലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജസ്ന സലീം ചെയ്യുന്നത് എന്താ? ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഹിന്ദു മതത്തിലെ കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഒരു ഷോ കാണിക്കുന്നു, എൻ്റെ കണ്ണനാണ്, എൻ്റെ മുത്താണ്, ചക്രയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പട്ടി ഷോ ഇറക്കുന്നു, റീച്ച് ഉണ്ടാക്കുന്നു. സെയിം കാര്യം തന്നെയാണ് ഈ പുള്ളിക്കാരി ഇവിടെ ചെയ്യുന്നത്. ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം മതത്തിലുള്ള കുറച്ച് ഖുറാനും കുറച്ച് മന്ത്രങ്ങളൊക്കെ ഓതിയിട്ട് മുസ്ലിം മതവിശ്വാസികളുടെ പ്രിയം പിടിച്ചു പറ്റുന്നു. ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ജസ്നയുടെ മറ്റൊരു വേർഷൻ, സെയിം. ഒന്നും വേണ്ട, ഇവരുടെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇസ്ലാം റിലേറ്റഡ് കാര്യങ്ങൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രം ഇവർക്ക് ഹൈ റീച്ചാണ്. 100K 200K 500K എന്നിങ്ങനെയാണ് ഇവരുടെ റീച്ച്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 3000 2000 ചിലപ്പോൾ 500 200 ഇത്ര മാത്രമാണ് ഇവരുടെ വീഡിയോസിൻ്റെ റീച്ച് പോകുന്നത്. അപ്പോൾ അവരതൊരു സ്ട്രാറ്റജി എടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല റീച്ചാണ്. ഒന്നും വേണ്ട, അടുത്തൊരു കാര്യം നോക്കിയാൽ മതി. ഇവരുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ, ഇവരുടെ ഈ സഹായം അപേക്ഷിച്ചിട്ടുകൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിൽ 90% ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരുമാണ്. അപ്പോൾ ആ ഒരു സ്നേഹത്തെ മുതലെടുക്കുകയാണ് ഈ വ്യക്തി ചെയ്യുന്നത്. ഇവർക്ക് ഭർത്താവ് ഉണ്ടായിട്ടാണ് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നത്, എനിക്ക് ആരുമില്ല. നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടായാൽ പോരെ, നിങ്ങൾക്ക് വേറെ ആര് വേണം? എല്ലാ പെണ്ണുങ്ങൾക്കും ഭർത്താവ് ഉണ്ടാവുമല്ലോ. ഒരു കാലം കഴിയുമ്പോൾ അച്ഛനും അമ്മയും മക്കളൊക്കെ പോകും. എന്നിട്ടാണ് ഇവർ പറയുന്നത് ആരുമില്ലാന്ന്. പിന്നെ രണ്ടാമത് പറഞ്ഞവർ കള്ളമായിരുന്നു. ഉണ്ണിയപ്പം വിറ്റ് കിട്ടുന്ന വരുമാനം അത് തുച്ഛമായ വരുമാനം അല്ലാതെ വേറൊരു വരുമാനവും ഇല്ലാന്ന്. ഇത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ ഈ പൈസ റിലേറ്റഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ മറുപടി തരാൻ നിങ്ങളത് ബാധ്യസ്ഥയാണ്. അതിന് പകരം ചോദ്യം ചോദിക്കുന്നവരെ അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്, അതെൻ്റെ ഇഷ്ടമാണ്, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാനെന്ന വ്യക്തി എൻ്റെ അമ്മായിയമ്മേൻ്റെ കൂടെ എങ്ങനെ ജീവിച്ചു പോകുന്നു. എനിക്ക് നല്ല അടിപൊളി അമ്മായിയമ്മയുണ്ട്, ഞാൻ അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം കൊള്ളൂല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത്. ആ അവസ്ഥ എന്തായാലും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇവരുടെ അടുത്തൊരടവാണ്, ഇന്നലെ ലൈവിൽ വന്നിരുന്നിട്ട് ഭയങ്കര പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈവായിട്ട് ആത്മഹത്യാ നാടകമാണ്. കത്തി എടുക്കുന്നു, ഞാൻ ഇപ്പം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ കാണിക്കാം. കണ്ടോ? മുഴുവനായിട്ട് കാണിക്കുന്നില്ല, ഇവരുടെ ചാനലിൽ അത് ഡിലീറ്റ് ചെയ്തു. എന്നാലും ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് എനിക്കിവിടെ കാണിക്കാൻ പറ്റി. കറക്റ്റ് സമയത്ത് ഇവരുടെ മകൻ കയറി വരുന്നു, മകൻ അവിടുന്ന് കത്തി പിടിച്ച് വാങ്ങി വെക്കുന്നു, അത് അവിടെ തീർന്നു കേട്ടോ. ആത്മഹത്യ നാടകമാണ്, അല്ലാണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനായിരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ തള്ളി മറിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചതിൻ്റെ പ്രതി നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോയി ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതിൻ്റെ പുറകെ വരുന്ന ലീഗൽ ഫോർമാലിറ്റീസ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അതുകൊണ്ട് ദയവേത് ഈ വീഡിയോ കാണുന്ന ഇസ്ലാം മതത്തിലുള്ളതും ഹിന്ദു മതത്തിലും ഏത് മതക്കാർ കണ്ടാലും വേണ്ടിയില്ല, ഇവളെ ഒന്ന് സൂക്ഷിക്കുക. ഇവള് നിങ്ങളുടെ മതത്തിനോടുള്ള ഇഷ്ടം കൊണ്ടോ മതത്തിനോടുള്ള ആരാധന കൊണ്ടോ അല്ല ഇമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് റീച്ചിനും ക്യാഷിനും വേണ്ടി തന്നെയാണ് ഇപ്പം ഈ നടത്തുന്ന എരക്കൽ നാടകം പോലും. പുള്ളിക്കാരത്തേക്ക് പൈസ വേണം, അതിന് വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ഖുർആൻ ഓതുന്നതും അതുപോലെ തന്നെ
മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. അല്ലാണ്ട് ഇസ്ലാം മതത്തോടുള്ള സ്നേഹമോ ബഹുമാനമോ ഒന്നും കൊണ്ടല്ല. ഓക്കെ, നമുക്ക് എല്ലാ മതത്തെയും ആദരിക്കാം, എല്ലാ മതത്തെയും റെസ്പെക്ട് ചെയ്യാം. അതല്ലാതെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് അന്യമതത്തിൽ കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ചു കഴിഞ്ഞാൽ ആ തോണി അവിടെ വീഴത്തേ ഉള്ളൂ, നേരെ പോകൂല. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത്രയും റെസ്പെക്റ്റും ആരാധനയും ബഹുമാനമൊക്കെയാണ് ഇസ്ലാം മതത്തിനോടെങ്കിൽ മാന്യമായി ഇസ്ലാം മതവിശ്വാസിയായി ജീവിക്കുക. ഹിന്ദു മതത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇസ്ലാം മതവിശ്വാസിയായി ജീവിക്കുക. അതല്ലാതെ ജസ്ന സലീം ചെയ്യുന്ന കൂട്ടുള്ള പ്രവർത്തികളാണ് ഈ സ്ത്രീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ സൈബർ ആക്രമണത്തിന് വിധേയമാകാൻ പോകുന്നുമുണ്ട്. അപ്പോൾ ദയവേത് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനി ചെയ്യാതിരിക്കുക. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അതിന് മറുപടി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ്. അതല്ലാതെ ചോദ്യം ചോദിക്കുന്നവരെ ആക്രമിക്കുക, ചോദ്യം ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക, മകനെ കൊണ്ട് ചോദ്യം ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള അടവുകളൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. കേട്ടല്ലോ? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.